എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. +1 ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഞാൻ ഈ പെന്നിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിൽ ഇതിനോടൊപ്പം ഞാനിങ്ങനെ വെച്ചു അല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിന് 14 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ പെന്നിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്? മറ്റൊരു സ്റ്റാൻഡേർഡുമായിട്ട് ഇതിന്റെ ലെങ്തിനെ ഞാൻ കമ്പയർ ചെയ്യും അല്ലേ. മറ്റൊരു ലെങ്തുമായിട്ട് ഇതിന്റെ ലെങ്തിനെ കമ്പയർ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു 14 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സെന്റിമീറ്റർ, ഇവിടെ ഈ സെന്റിമീറ്റർ ആണ് യൂണിറ്റ്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ അതേപോലുള്ള ഒരു സ്റ്റാൻഡേർഡുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യണം. ആ സ്റ്റാൻഡേർഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ലെങ്തിനെ മറ്റൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലെങ്തിന്റെ സ്റ്റാൻഡേർഡുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മാസ് മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മാസിനെ മറ്റൊരു സ്റ്റാൻഡേർഡ് മാസുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ യൂണിറ്റ്. അപ്പോൾ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെ മറ്റൊരു ലെങ്തുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ, അല്ലാതെ മാസുമായിട്ട് കമ്പയർ ചെയ്താൽ കിട്ടത്തില്ല ഇല്ലേ. അപ്പം എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ്സ് വാല്യൂ മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഓഫ് ദി സെയിം കൈൻഡ്. ദാറ്റ് സ്റ്റാൻഡേർഡ് ഈസ് നോൺ ആസ് യൂണിറ്റ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതേ കൈൻഡിലുള്ള ഒരു സ്റ്റാൻഡേർഡുമായിട്ട് അതിനെ കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ്സ് വാല്യൂ മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഓഫ് ദി സെയിം കൈൻഡ്. ദാറ്റ് സ്റ്റാൻഡേർഡ് ഈസ് നോൺ ആസ് യൂണിറ്റ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്ക് യൂണിറ്റുകൾ പലതും അറിയാം. സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട് അല്ലേ, കിലോമീറ്റർ ഉണ്ട്, കിലോഗ്രാം ഉണ്ട് അല്ലേ. ഇനി ഒരു യൂണിറ്റിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് ക്വാളിറ്റി, എ യൂണിറ്റ് മസ്റ്റ് ബി സെയിം കൈൻഡ് ആസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ. അതായത് ഒരു യൂണിറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അതേ കൈൻഡിലുള്ളതായിരിക്കണം. അതായത് ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ് ലെങ്തിന്റെ അതേ കൈൻഡിൽ തന്നെ ഉള്ളതായിരിക്കണം. അല്ലെങ്കിൽ മാസ് മെഷർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് മാസിന്റെ അതേ കൈൻഡിൽ തന്നെ ഉള്ളതായിരിക്കണം. അതായത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത് അതേ കൈൻഡിൽ തന്നെ ഉള്ളതായിരിക്കണം ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ബോർഡിന്റെ ലെങ്ത് ഈ പെന്ന് ഉപയോഗിച്ച് മെഷർ ചെയ്യാം അല്ലേ. അതായത് 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ ഞാൻ പറയാണ് ഈ ബോർഡിന്റെ ലെങ്ത് 8 പെൻ എന്നാണ്. അപ്പോൾ യൂണിറ്റ് എന്താണ്? പെൻ ആണ് ഇവിടെ യൂണിറ്റ്. ഞാൻ പുതിയൊരു യൂണിറ്റ് കണ്ടുപിടിച്ചു, പെൻ അല്ലേ. അപ്പോൾ ഞാൻ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ, ഈ ബോർഡിന്റെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എടുത്ത പെൻ എന്ന് പറയുന്ന യൂണിറ്റ് ഒരു ലെങ്ത് തന്നെ ആയിരിക്കണം, അതേ കൈൻഡിലുള്ളത് തന്നെ ആയിരിക്കണം. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. ദെൻ രണ്ടാമത്തെ ക്വാളിറ്റി, ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ അല്ലേ. അതായത് നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കി അല്ലേ. ഞാനിപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി, പെൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. 8 പെന്നാണ് ഈ ബോർഡിന്റെ ലെങ്ത്. എന്നാൽ ഇതേ ലെങ്തിലുള്ള പേന എല്ലായിടത്തും കാണണമെന്ന് നിർബന്ധമില്ല ഇല്ലേ. ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്ന ബോർഡിന് 8 പെൻ ലെങ്ത് ആണ്. എന്നാൽ ആ ഫ്രണ്ടിൻ്റെ കയ്യിലിരിക്കുന്ന പെൻ എന്ത് ചെയ്തു? ഇതിനേക്കാളും ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ അയാൾ ഈ 8 പെൻ ലെങ്ത് നോക്കിയപ്പോൾ ചിലപ്പോൾ ഇത്രയേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത പെൻ എന്ന് പറയുന്ന യൂണിറ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ഒന്നും അല്ല അല്ലേ. അപ്പോൾ എല്ലായിടത്തും, അതായത് നമ്മുടെ ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു നല്ല യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പം അതാണ് ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. യൂണിവേഴ്സലി എന്താണ്? എല്ലായിടത്തും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ത്? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ലോക്കലി പല യൂണിറ്റുകളും ഉണ്ട് അല്ലേ. നിങ്ങൾ പൂവൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോഴേ 1 മുഴം പൂവെന്ന് പറയും അല്ലേ. അതായത് 1 മുഴം എങ്ങനെ അളക്കുന്നത്? ആ പൂ തരുന്ന ചേട്ടന്റെ കൈയുടെ ഇവിടം വരെ അല്ലേ. ഇതാണ് 1 മുഴം എന്ന് പറയുന്നത്. ചെറിയ കൈയുള്ള ചേട്ടനാണെങ്കിൽ കുറച്ച് പൂ കിട്ടത്തുള്ളൂ അല്ലേ. വലിയ കൈയുള്ള ചേട്ടനാണെങ്കിൽ ഒത്തിരി പൂ കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതൊന്നും എന്തല്ല, യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് അല്ല അവിടെ 1 മുഴം എന്ന് പറയുന്നത്. ആ പൂ അളക്കുന്ന 1 മുഴം എന്ന് പറയുന്നത് എന്തല്ല, യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല.
ഇനി മൂന്നാമത്തേത് ഇറ്റ് മസ്റ്റ് ബി ഈസിലി റീപ്രൊഡ്യൂസിബിൾ ഇല്ലേ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. നിങ്ങളൊരു യൂണിറ്റ് ഉണ്ടാക്കി, ഈ യൂണിറ്റ് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാൻ. നിങ്ങൾ പെട്ടെന്ന് സ്കെയിൽ എടുത്തു അല്ലെ, അത് നോക്കി 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. അപ്പൊ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. അല്ലെങ്കിൽ ഞാൻ കടയിൽ ചെന്ന് പറയാണ് ഒരു 5 കിലോ അരി വേണം. 5 കിലോ എന്ന് പറഞ്ഞാൽ കടയിൽ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് 5 കിലോ അരി തൂക്കിത്തരാൻ പറ്റണം അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈസിലി അത് റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ പോവാണ്, ആ യൂണിറ്റിന് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്നാണ്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ചില ക്വാണ്ടിറ്റീസ് ഒക്കെ നേരിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീസ് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ലെങ്ത്. അപ്പോൾ ലെങ്ത് എന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ്? ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഇത് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇല്ലേ. ഈ ബോർഡിന്റെ ലെങ്ത് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം, നമ്മൾ നോക്കുന്ന ടൈം മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇല്ലേ. ഇതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇല്ലേ. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മാസ് അല്ലെ, ഇതിനെയൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സ്പീഡ് അല്ലെ, അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പോൾ നമുക്ക് പറയാം സ്പീഡ് ഡിസ്റ്റൻസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലെങ്ത് ആണ്, ടൈം കൊണ്ട് ഇവിടെ അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ സ്പീഡിനെ അപ്പോൾ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അത് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് 2 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളൊക്കെ കാണാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളും കാണാം. ചില ക്വാണ്ടിറ്റീസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ചില ക്വാണ്ടിറ്റീസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ സ്പീഡ് തന്നെ ടൈമിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ടൈം മാറുന്നതനുസരിച്ച് സ്പീഡ് മാറും ഇല്ലെ, ഡിസ്റ്റൻസിനനുസരിച്ച് എന്ത് മാറും? സ്പീഡ് മാറും അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഉണ്ട്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, സെന്റിമീറ്റർ ഒക്കെ എടുക്കാം. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലെ, അവർ ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം, ഗ്രാം, ഇതൊക്കെ മാസിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കാം അല്ലെ. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതായത് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ എന്ത് വിളിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കും. ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെ. അതായത് ഇപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പോൾ ഞാൻ എഴുതി മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പോൾ ഡിറൈവ്ഡ് യൂണിറ്റിൽ എന്തുണ്ട്? 2 ഫണ്ടമെന്റൽ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ബാക്കി ആരുടെ യൂണിറ്റ് വേണമെങ്കിലും എഴുതാം അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ള ആരുടെ വേണമെങ്കിലും ഇതുപോലെ യൂണിറ്റുകൾ എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ യൂണിറ്റുകൾ ഉപയോഗിച്ച് മറ്റാരുടെ വേണമെങ്കിലും വേറെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ് വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കൂട്ടം ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് യൂണിറ്റ്സ് ഓഫ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which can be easily obtained and in terms of which units of all other physical quantities can be expressed. അങ്ങനെ ഉള്ള ഒരു കൂട്ടം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? യൂണിറ്റ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ നോൺ ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റുകളെ എന്ത് വിളിക്കാം, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് വിളിക്കാം. സാധാരണ ഡിറൈവ്ഡ് യൂണിറ്റ് നോക്കിയാൽ തന്നെ അറിയാം, 1, 2, 3 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ അതിനകത്ത് കാണും, അല്ലെ? എന്നാൽ ഫണ്ടമെന്റൽ യൂണിറ്റ് എല്ലാം ഒറ്റയ്ക്കാണ് വരുന്നത്. മീറ്റർ, സെക്കൻഡ്, ഇല്ലെ, കിലോഗ്രാം, ഇല്ലെ, ഇതെല്ലാം ഒറ്റയ്ക്കാണ് വരുന്നത്. എന്നാൽ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഇല്ലെ, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മീറ്ററും ഉണ്ട് സെക്കൻഡും ഉണ്ട് അവിടെ, ഇല്ലേ? അപ്പോൾ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്ക്വയറും ഉണ്ട്, ഇല്ലേ? അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്, ഇല്ലേ? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മാസ് ബൈ വോളിയം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഇല്ലേ? ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചില കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെ? കപ്പയും മീൻകറിയും, അല്ലെങ്കിൽ കപ്പയും ചമ്മന്തി, ഹലുവായും മീൻകറിയും. നമ്മൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ സാധാരണ ഉപയോഗിക്കാറില്ല, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്താണ്, ഈ ചില യൂണിറ്റുകൾ, പല യൂണിറ്റുകളുണ്ട്, അല്ലേ? സെന്റിമീറ്റർ ഉണ്ട്, മാസിന് കിലോഗ്രാം ഉണ്ട്, അല്ലേ? ടൈമിന് അവർ ഉണ്ട്, അല്ലേ? നമ്മൾ ഇതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കത്തില്ല. അപ്പം ലെങ്ത് ഇന്ന യൂണിറ്റ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന ഒരു മാസിന്റെ യൂണിറ്റ് കാണും, അല്ലെങ്കിൽ ഒരു ടൈമിന്റെ യൂണിറ്റ് കാണും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിസ്റ്റമാക്കിയാണ് യൂണിറ്റുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ ആദ്യം നമുക്ക് പഠിക്കാനുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ് CGS സിസ്റ്റമാണ്, അല്ലേ? ആദ്യം സി എന്ന് പറയുന്നത് ലെങ്തുമായി ബന്ധപ്പെട്ട ടേമാണ്. അതായത് ലെങ്തിന്റെ യൂണിറ്റ്, സിയിൽ തുടങ്ങുന്ന ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? സെന്റിമീറ്റർ. അപ്പോൾ CGS സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ്. രണ്ടാമത്തെ ലെറ്റർ കാണിക്കുന്നത് മാസിന്റെ യൂണിറ്റിനെയാണ്. നമുക്കറിയാം ജിയിൽ തുടങ്ങുന്ന മാസിന്റെ യൂണിറ്റ് ഗ്രാം അല്ലേ? ഗ്രാം. മൂന്നാമത്തെ ആള് കാണിക്കുന്നത് ടൈമിനെയാണ്. എസിൽ തുടങ്ങുന്ന ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CGS സിസ്റ്റമാണ് മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ലെങ്ത് സെന്റിമീറ്ററിലും മാസ് ഗ്രാമിലും ടൈം സെക്കൻഡിലുമേ മെഷർ ചെയ്യാവൂ. ഇനി അടുത്തതാണ് FPS സിസ്റ്റം. ആദ്യത്തെ ആള് ലെങ്തിനെയാണ് കാണിക്കുന്നത്, അതായത് എഫിൽ തുടങ്ങുന്ന ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? ഫൂട്ട്, അല്ലെ? നമ്മളിപ്പം ഇത്ര അടി എന്നൊക്കെ പറയത്തില്ലേ, ഫൂട്ട്, അല്ലെ? അപ്പം ലെങ്ത് ഫൂട്ടിലാണ് മെഷർ ചെയ്യുന്നത്, ഫൂട്ട്. ഇനി രണ്ടാമത്തെ ആള് മാസിനെയാണ് കാണിക്കുന്നത്. പിയിൽ തുടങ്ങുന്ന മാസിന്റെ യൂണിറ്റ് പൗണ്ട് ആണ്, പൗണ്ട്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് സിസ്റ്റം എന്നും പറയാറുണ്ട്. നമ്മൾ സാധാരണ ഈ പൗണ്ട് ഒന്നും ഇവിടെ മാസിന് വേണ്ടി ഉപയോഗിക്കാറില്ല, അല്ലേ? അപ്പം ചില ഇംഗ്ലീഷ് സ്റ്റോറീസിലൊക്കെ നിങ്ങൾ കാണും ഈ പൗണ്ട് എന്ന് പറയുന്നത് മാസിന് പൗണ്ട് യൂണിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടൈമിനെ കാണിക്കുന്നതാണ്, അല്ലെ? എസിൽ തുടങ്ങുന്ന ടൈമിന്റെ യൂണിറ്റ് നമുക്ക് സെക്കൻഡ് അല്ലേ അറിയത്തുള്ളൂ, അപ്പം വീണ്ടും എഴുതി സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ FPS സിസ്റ്റമാണ് നിങ്ങൾ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ലെങ്ത് ഫൂട്ടിൽ മെഷർ ചെയ്യും, മാസ് പൗണ്ടിൽ മെഷർ ചെയ്യും, ടൈം സെക്കൻഡിലും മെഷർ ചെയ്യും. അടുത്ത ആളെ നോക്കാം, MK സിസ്റ്റം, അല്ലെ? അതായത് ആദ്യം കാണുന്നത് ലെങ്തിന്റെ യൂണിറ്റ് ആണ്. എമ്മിൽ തുടങ്ങുന്ന ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ. ദെൻ ലെങ്ത് മീറ്ററിൽ മെഷർ ചെയ്യും, മീറ്റർ. ദെൻ രണ്ടാമത്തെ ടേം എന്താണ്? മാസിനെയാണ് കാണിക്കുന്നത്. കെയിൽ തുടങ്ങുന്ന മാസിന്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. മൂന്നാമത്തെ ടൈം ടൈമിനെയാണ് കാണിക്കുന്നത്. എസിൽ തുടങ്ങുന്ന ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അല്ലാതെ നമുക്കറിയില്ല, അതുകൊണ്ട് സെക്കൻഡ് എഴുതുന്നു, സെക്കൻഡ്. അതായത് MK സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലെങ്ത് മീറ്ററിൽ മെഷർ ചെയ്യണം, മാസ് കിലോഗ്രാമിൽ മെഷർ ചെയ്യണം, ടൈം സെക്കൻഡിൽ മെഷർ ചെയ്യണം. ഇത് 3 സിസ്റ്റങ്ങളാണ്: CGS സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം. ഇതിലെല്ലാം നമ്മൾ 3 ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ?
അതായത് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ മാത്രമേ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുള്ളൂ. അതായത് ലെങ്ത്, മാസ്, ടൈം, 3 പേരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടുതൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു സിസ്റ്റം ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് SI യൂണിറ്റ് ആണ്. എന്താണെന്ന് നോക്കാം. SI യൂണിറ്റ് അതായത് സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്. ഇതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നും വിളിക്കാം. അതായത് ഇന്റർനാഷണലി എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ SI യൂണിറ്റിൽ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞാൽ 3 സിസ്റ്റങ്ങളിലും 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസേ ഉള്ളായിരുന്നു. ഇവിടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഇവിടെ 7 ബേസ് യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ ആളാരാന്ന് നോക്കാം. മാസ്. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. kg എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ K ആണ് എഴുതേണ്ടത്. ദെൻ ലെങ്ത്. ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടൈം ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ S ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ S എഴുതരുത്. ക്യാപിറ്റൽ S എന്ന് പറയുന്നത് സീമൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ സ്മോൾ ലെറ്റർ S വേണം എഴുതാൻ. ദെൻ അതുപോലെ തന്നെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഇല്ലേ, കെൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. സയന്റിസ്റ്റിന്റെ പേരുകൾ നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ യൂണിറ്റ് എഴുതുന്നത് സ്മോൾ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെ, ക്യാപിറ്റൽ K വെച്ചിട്ട് കെൽവിൻ എഴുതരുത്. അപ്പോൾ സയന്റിസ്റ്റ് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ യൂണിറ്റ് എഴുതണമെങ്കിൽ സ്മോൾ ലെറ്റർ K വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അതിന്റെ സിമ്പൽ ക്യാപിറ്റൽ K ആണ്. ദെൻ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. അതും ഒരു സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് സ്മോൾ ലെറ്റർ യിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ A ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആറാമത്തെയാണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതായത് പ്രകാശത്തിന്റെ തീവ്രത. പ്രകാശ തീവ്രത. അതിന്റെ SI യൂണിറ്റ് ക്യാൻഡലയാണ്. ക്യാൻഡല CD എന്നാണ് എഴുതുന്നത്. ഫസ്റ്റ് C സ്മോൾ ലെറ്റർ, D എന്താണ് സ്മോൾ ലെറ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്യാൻഡല. അതായത് ക്യാൻഡിൽ, അതിൽ നിന്നാണ് ഈ ക്യാൻഡല എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. അല്ലെ, അതായത് ഒരു ക്യാൻഡല എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ക്യാൻഡിൽ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ്. അതായത് നമ്മളൊരു ബൾബ് കത്തിച്ചാൽ ആ ബൾബിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, അതായത് പ്രകാശത്തിന്റെ തീവ്രതയാണ് നമ്മൾ ഈ ലൂമിനസ് ഇന്റൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അല്ലെ, ദെൻ അടുത്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് മോൾ, MOLE. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് MOL ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തിനകത്തിലുണ്ട്? SI യൂണിറ്റിൽ ഉണ്ട്. ഈ 7 ബേസ് യൂണിറ്റുകൾ കൂടാതെ 2 സപ്ലിമെന്ററി യൂണിറ്റുകളുടെ SI യൂണിറ്റിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ആളാണ് പ്ലെയിൻ ആംഗിൾ. അതിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. റാഡ് എന്നിരുന്നു. റേഡി. അതായത് ഒരു ആർക്ക്, ഒരു സർക്കിളിന്റെ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഈ പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് ആണ് റേഡിയൻ. അല്ലെ, മറ്റു യൂണിറ്റുകളൊക്കെ നമുക്കറിയാം. ഡിഗ്രി ഒക്കെ നമ്മൾ ആംഗിളിന്റെ യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടില്ലേ? ഈ ആംഗിളിന്റെ SI യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. അല്ലെ, റാഡ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇല്ലേ, ഇവിടെ ഞാനൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്ലെയിൻ ആംഗിൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അടുത്തതാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് സ്റ്റെറിഡിയൻ ആണ്. SR. എസും സ്മോൾ ആണ്, R സ്മോൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ സോളിഡ് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സോളിഡ് ആംഗിൾ നോക്കാം. അതായത് ഒരു സ്പിയർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു ഫുട്ബോളിന്റെ ഒരു സർഫസ്. ഈ സർഫസ് അതിന്റെ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, ആ ഫുട്ബോളിന്റെ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിന്റെ ഒരു പർട്ടിക്കുലർ സർഫസ് എന്താണ് അതിന്റെ സെൻട്രൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സർഫസിന്റെ ഏരിയ S ആണ്. ഈ സ്പിയറിന്റെ റേഡിയസ് R ആണെങ്കിൽ ഒമേഗ, അതാണ് സോളിഡ് ആംഗിൾ. ഒമേഗ ഈസ് ഈക്വൽ S/R² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ. പ്ലെയിൻ ആംഗിളും ഉണ്ട്, സോളിഡ് ആംഗിളും ഉണ്ട്. നമുക്കിനിയും ഈ SI യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ദി സിസ്റ്റം ഈസ് കോംപ്രിഹെൻസീവ്. അല്ലെ, ലാർജ് ആണ്. ഇല്ലേ, തൊട്ടു മുമ്പെടുത്ത സിസ്റ്റങ്ങളിൽ ഇല്ലേ, CGS സിസ്റ്റം
FPS സിസ്റ്റം, MKS സിസ്റ്റം. ഇതിനകത്തിലൊക്കെ 3 ബേസിക് ക്വാണ്ടിറ്റീസേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസേ ഉള്ളായിരുന്നു ഇല്ലേ. പക്ഷേ SI സിസ്റ്റത്തിനകത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു, കൂടാതെ 2 സപ്ലിമെന്ററി യൂണിറ്റുകളൂടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എന്താണ്? കോംപ്രിഹെൻസീവ്, ലാർജ് എന്നുള്ള മീനിങ് ആണ്. ഒത്തിരി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അതിനകത്തിലുണ്ട്. രണ്ടാമത്തെയാണ് ദി സിസ്റ്റം ഈസ് കൊഹറന്റ്. കൊഹറന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കിംഗ് ടുഗദർ ഇല്ലേ. അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതായത് അല്ലെങ്കിൽ SI യൂണിറ്റിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒന്നിനൊന്നോടെ ചേർന്നിരിക്കുകയാണ്, അല്ലാതെ ഹലുവയും മീൻകറിയും പോലെ അല്ല ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്നിനൊന്നോടെ ചേർന്നിരിക്കുന്ന യൂണിറ്റുകളാണ്. ദെൻ മൂന്നാമത്തെയാണ് ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഇല്ലേ. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? SI യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ളതാണ് എന്ത്? SI യൂണിറ്റ് അല്ലെ. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ പല യൂണിറ്റുകൾ കാണും. ലെങ്തിന്റെ യൂണിറ്റ് പലതൊക്കെ തരും, അല്ലെങ്കിൽ കിലോമീറ്റർ ഒക്കെ തരും ഇല്ലേ. പക്ഷെ നമ്മളെല്ലാം SI യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാവൂ? കൺവേർട്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലംസ് ചെയ്യാവൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് യൂണിറ്റുകളെ കുറിച്ചാണ് അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് യൂണിറ്റുകളെ കുറിച്ചാണ്. എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ ഏതൊക്കെ സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു ഇല്ലേ. ആകെ 4 സിസ്റ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് 4ാമത്തെ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്, അതായത് SI യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ടതാണ് SI യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.